കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ദിവസം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പ്രത്യേകിച്ചും ഈ സമയത്ത് തിരുവചനത്തിൽ നിന്ന് ഒരാത്മീയ ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 38 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം. സങ്കീർത്തനം 38 അതിൻ്റെ 15. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവയെ നിങ്ങൾ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു, എൻ്റെ ദൈവമായ യഹോവേ കർത്താവേ നീ ഉത്തരം അരുളും. നിശ്ചയമായിട്ടും ആ വചനം എങ്ങനെയാണ്? യഹോവയെ നിങ്ങൾ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു, എൻ്റെ ദൈവമായ കർത്താവേ നീ ഉത്തരം അരുളും. ജീവിതത്തിൽ വരുന്ന എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, നമ്മൾ പ്രത്യാശ വയ്ക്കേണ്ട മനുഷ്യരിലല്ല, ദൈവത്തിലാണ്. ഞാൻ ഒരിക്കൽ കൂടെ എടുത്തു പറയുന്നു, പ്രത്യാശ നാം ദൈവസന്നിധി വെച്ച് കഴിഞ്ഞാൽ ചില മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. കർത്താവിലാണോ നിന്റെ പ്രത്യാശ? കർത്താവിലാണോ നിന്റെ ആശ്രയം? സ്തോത്രം. നിശ്ചയമായിട്ടും ആ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരത്തില്ല. നീ പ്രത്യാശിക്കുന്ന കാര്യങ്ങൾ ദൈവം നടത്തി തരിക തന്നെ ചെയ്യും. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച നമ്മളെല്ലാവരും പ്രത്യാശ വയ്ക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് കർത്താവിനോടൊപ്പം സ്തോത്രം പോകണമെന്ന ഒരു പ്രത്യാശ നമ്മുടെ അകത്തുണ്ട്. അങ്ങനെ ഞാൻ വിളിച്ചു പോയിട്ട് രക്ഷിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ആ പ്രത്യാശ നിശ്ചയമായിട്ടും നടക്കുക തന്നെ ചെയ്യും. കാര്യം നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആ പ്രത്യാശ ഒരിക്കലും ഭംഗം വരത്തില്ല. ഇവിടെ വചനം പറയുന്നു, എൻ്റെ ദൈവമായ കർത്താവ് നീ ഉത്തരമരുളൂ. നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്ന വിഷയത്തിൽ ഉത്തരം തരിക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.